ഹലോ, എല്ലാവർക്കും ചെറിയ വിഷു ആശംസകൾ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഞാനും ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, നേരത്തെ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. പിന്നെ കാര്യങ്ങളായിട്ട് പിന്നെ രാവിലത്തെ പുട്ടും കറി ആക്കി വെച്ചു, അലക്കാലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിന്നെ അതിനുശേഷം നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കിണ്ടിയും വിളക്കും ഒക്കെ കഴുകണം, താലം എല്ലാം കഴുകാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. എല്ലാം ഞാൻ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. രാവിലെ എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപാട് എനിക്ക് വീഡിയോ എടുക്കാൻ നിന്നാൽ രാവിലെ ഭക്ഷണം നേരെയാവില്ല, അപ്പോൾ കുളിക്കാനൊക്കെ വൈകും. അതുകൊണ്ടാണ് കേട്ടോ രാവിലത്തെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുവാശംസകൾ പറയുകയാണ്. നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഉണ്ട്. പിന്നെ ഇത് പുട്ട് കേട്ടോ. കണ്ടില്ല, അച്ഛനും മോനും അരിപ്പുട്ടും എനിക്കും അമ്മയ്ക്കും മുത്താറിപ്പുട്ടും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും അതാണ്. അതുകൊണ്ട് തന്നെ ചുക്കുവെള്ളമാണ് കേട്ടോ. ഇതൊക്കെ ചുക്കുവെള്ളമാണ് കേട്ടോ. ഇത് ചുക്കുവെള്ളമാണേ, ഇത് ചുക്കുവെള്ളമാണ്. എത്ര ചുക്കുവെള്ളം വെച്ചാലും കഴിയില്ല. അപ്പം ഇത് ഏകദേശം തിളച്ച് തുടങ്ങി കേട്ടോ. ചുക്കുവെള്ളത്തിൻ്റെ തിളച്ച് തുടങ്ങി. പിന്നെ ഇത് ഞാൻ ചെറിയ ചെമ്പിൽ അരിക്കി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുള്ളൂ. തിരക്ക് കൂട്ടി ചെയ്യണ്ടല്ലോ. അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. അലക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പം ബാക്കി എല്ലാവരും കുളിക്കും കഴിഞ്ഞു. അമ്മ ഉണ്ട് കുളിക്കാൻ പോയിട്ട്. അടിച്ചു വാരി തുടയ്ക്കലൊക്കെ അമ്മ ചെയ്തു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു എല്ലാം കൂടെ നീ ചെയ്യണ്ടല്ലോ, അടിച്ചു വാരലും തുടയ്ക്കലും ഞാൻ ചെയ്യാം, പിന്നെ നീ അപ്പോഴേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അമ്മ കുളിച്ച് വന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും കേട്ടോ. അമ്മ പാത്രം തേക്കുക കേട്ടോ. പറഞ്ഞാലൊന്നും കേൾക്കൂല. അമ്മേനോട് പാത്രം ഒന്നും തേക്കേണ്ട പറഞ്ഞാൽ അമ്മ പറയാം എന്താ എനിക്ക് ചെയ്താലും ചോദിക്കും. അപ്പം അമ്മ പാത്രം തേക്കുകയാണ്. അപ്പം അമ്മ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ, പായസമൊക്കെ വെക്കാൻ ഏലക്കായൊക്കെ വേണമല്ലോ. അപ്പം ഏലക്കായൊക്കെ കുരുവൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ച് വെക്കട്ടെ. അപ്പം നാളെ പായസത്തിനൊക്കെ ഇടാൻ എളുപ്പമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ഇതിൽ പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. ചോറിൻ്റെ പണിയിലേക്ക് തുടങ്ങിയില്ല, ഞങ്ങൾ പോവുകയാണ്. ചോറിൻ്റെ പണി ഇത് കഴിഞ്ഞിട്ട് പോവാ വെച്ചിട്ടോ. ഓരോരോ പണി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇത് പൊടിക്കട്ടെ കേട്ടോ. അമ്മ പാത്രം കഴുകുന്നുണ്ട്. അരിക്ക് വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനിത് ഇതിലേക്ക് വെക്കട്ടെ. ഇനി അരി കഴുകി എളുപ്പത്തിടാം. കനലുണ്ട്, ആ കനലിൽ അങ്ങനെ ഇതായിട്ട് വെക്കാം, തീ കത്തിക്കാം. കുറച്ച് ഓലയൊക്കെ കൂട്ടി റെഡി ആകുമ്പോഴേക്ക് തീ കത്തിപ്പോകും. ഇന്ന് പായസം, ഒരു എരിശ്ശേരി, വെള്ളരിക്ക മോര് കറി, അങ്ങനെ ചെറിയ ഒരു സദ്യ എന്നൊന്നും പറയുന്നില്ല, ചെറിയ തോതിലാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് വിൻകുട്ടന് ഇഷ്ടമുള്ള നെയ്പായസമാണ് ഉണ്ടാക്കുന്നത്. വിൻകുട്ടൻ പാലൊഴിച്ച പായസം ഒന്നും കഴിക്കില്ല, അപ്പം നെയ്പായസം ഉണ്ടാക്കണം. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ലോണം ചൂടായതാണ്. ഇനി അരി കഴുകിയിട്ട് അടുപ്പത്തേക്ക് ഇടാം, അത്രയേ വേണ്ടു. അപ്പോൾ അമ്മ തേങ്ങ ചിരവാണ്, ഞാൻ അരി വെക്കാൻ കഴുകുകയാണ് കേട്ടോ. അപ്പം അമ്മയാണ് തേങ്ങ ചിരവി തരിക, അടിച്ചു കഴുകി തുടച്ചു തരും. പിന്നെ അങ്ങനത്തെ എല്ലാ പണികളും അമ്മ കേട്ടോ ചെയ്യുക. ഞാനാ ചെയ്യാന്ന് വെക്കാൻ പറഞ്ഞാൽ അമ്മ വെക്കൂല. ഭക്ഷണം വെക്കൽ എൻ്റെ പരിപാടി, അത് അമ്മ വരില്ല. അപ്പം തേങ്ങ ചിരവാണ്. അപ്പം ഞാൻ എൻ്റെ അതെ, അമ്മ വെച്ചാൽ സാധനം ഉണ്ടാവില്ല പോലും. അമ്മയ്ക്ക് എന്നും വെക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാ പറയുക. അതുകൊണ്ട് അമ്മ തേങ്ങ ചിരവ് അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്തു തരും അമ്മ. ഞാൻ എന്ത് ചെയ്യാണ്, അരി കഴുകിയിടട്ടെ കേട്ടോ. ഈ അടുപ്പത്തേക്ക് ഇട്ട കേട്ടോ. ഇവിടെ ചോറിനേക്കാട്ട് അധികം എല്ലാവരും ഭക്ഷണത്തിനേക്കാട്ട് അധികം വെള്ളമാണ് കേട്ടോ കുടിക്കുക. ഒരു 10-15 ലിറ്റർ വെള്ളമൊക്കെ ഞാൻ വെക്കുന്നുണ്ടാവും ഒരു ദിവസം ഞങ്ങൾ. പക്ഷെ ആ 15 ലിറ്റർ വെള്ളവും തീരും. ഡെയിലി വെക്കും കേട്ടോ. ഭക്ഷണം ആർക്കും അത്ര വേണ്ട, ഭക്ഷണമൊക്കെ കുറച്ച് അളവിൽ മതി. പക്ഷെ വെള്ളം കൂടിയാണ്. ഇപ്പൊ ഒന്നാമത് ചൂടുമല്ലേ, ചൂടാകുമ്പോൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അതാണ്. പിന്നെ വെള്ളം കുടിക്കും വേണം, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അയ്യോ, മോട്ടർ നിറഞ്ഞു, ഞാൻ ഓഫ് ആക്കട്ടെ. ടാങ്ക് നിറഞ്ഞു. അരി ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഇത് ചുക്കുവെള്ളം കണ്ടില്ല, ചുക്കുവെള്ളവും തിളച്ചു.
അപ്പം ചുക്കുവെള്ളം അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വെള്ളരിക്ക കൂട്ടാനല്ലേ, വെള്ളരിക്ക അടുപ്പത്തേക്ക് വെക്കാം. അപ്പം നുറുക്കലൊക്കെ കൃഷ്ണ മുറിച്ച് തരുന്ന പരിപാടിയൊക്കെ മോനേട്ടൻ ചെയ്തിട്ടുണ്ട് രാവിലെ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ആവുന്നതൊക്കെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴുകണം. പൂജാമുറിയൊക്കെ ദിവസം തുടയ്ക്കാറുണ്ട്, എങ്കിലും എന്ത് ചെയ്യണം, ഒന്നുകൂടിയൊക്കെ ഒന്ന് നാളെ കണി വെക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് ആ പൂജാമുറിയൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പോകെ പോകെ അത് ചെയ്യാം കേട്ടോ. തലയിലെ കെട്ട് അന്ന് ഇങ്ങനെ തലയിലെ കെട്ടഴിക്കാത്തതിനൊന്നും തോന്നണ്ട. കാരണം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തലയിലെ കെട്ടഴിക്കാച്ചിട്ട് അല്ലെങ്കിൽ മുടി കിട്ടുമെന്ന് പേടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും പറയാം, അന്നേ അതൊരു വീഡിയോയിൽ പറഞ്ഞു ഇതെന്താ തലയിലെ കെട്ട് തോർത്തഴിക്കാത്തത്. അപ്പം ഒന്നാമത് മുടി ഉണങ്ങിയിട്ടില്ല. നമ്മുടെ അരി തിളച്ചു തുടങ്ങിയിട്ട് കേട്ടോ. ഇതിനെ ഈ അടുപ്പിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് അടുപ്പിലേക്ക് മാറ്റിയ ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ഞാനേ മമ്പയർ മത്തനും കൂടെ എരിശ്ശേരി വെക്കാന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ മത്തൻ അടുപ്പിലേക്ക് വെക്കാം. മമ്പയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇതിനൊക്കെ ആഹാരം വരുമ്പോഴേക്ക് എന്താവും നമ്മുടെ അരി അവിടുന്ന് വേവും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, മത്തൻ അത് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ആവട്ടെ. അമ്മ തേങ്ങയുടെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരവ അരക്കി അതൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാനിങ്ങനെ വെക്കുക വാങ്ങുക എന്നുള്ള പണികൾ മാത്രമേ എനിക്ക് കാര്യമായിട്ടുള്ളൂ കേട്ടോ. ബാക്കി കടുപ്പുള്ള പണികളൊക്കെ അമ്മയും മോഹനേട്ടനൊക്കെ ചെയ്തു. കഷ്ണം നുറുക്കല്, തേങ്ങ ചിരവല്, അതൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഏതായാലും അങ്ങനെ ആവട്ടെ. അരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എരിശ്ശേരിക്കുള്ള തേങ്ങ ഫസ്റ്റ് അരയ്ക്കാൻ പറഞ്ഞത്. അപ്പം അമ്മ അതാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മോര് കൂട്ടാനുള്ളത് അതിന് ശേഷം. മത്തൻ ഏകദേശം വെന്തു കിട്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ മമ്പയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിന് ഈ മത്തനും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണേ. ഇനിയിപ്പോൾ ഇതിൽ പായസത്തിന് അരി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കാൻ കുക്കറിലേ. ഓരോ പണി കഴിഞ്ഞോട്ടെ, ചൂടത്തിങ്ങനെ നിൽക്കണ്ടല്ലോ. പണി കഴിഞ്ഞ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞു അല്ലേ. ഇത് രണ്ടും കൂടി ഒന്ന് യോജിക്കട്ടെ. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടട്ടെ കേട്ടോ. ഞാൻ ഓലം വെക്കണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അമ്മയ്ക്കും മോഹനേട്ടനും ഓലം വെക്കണ്ട, അതിന് പറ്റിയ മത്തനല്ല, എരിശ്ശേരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് എരിശ്ശേരിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഒത്തിരി മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഈ പറയുന്ന ഒന്നും വിൻകുട്ടൻ അത്ര ഇഷ്ടമില്ല. വിൻകുട്ടന് സാമ്പാറാണ് ഇഷ്ടം. പക്ഷെ ഇന്നലെ നാളെയും സാമ്പാർ, ഇന്നും സാമ്പാർ വെക്കാനൊരു സുഖമില്ല. അപ്പം നാളെ എന്തായാലും സാമ്പാറാണ് വെക്കുക. അതുകൊണ്ട് അതിപ്പോൾ ഇന്ന് മോരുകറി വെക്കുന്നു കേട്ടോ. വെള്ളരിക്ക മോര് ഒഴിച്ച് വെക്കുക. അപ്പം ഇത് ഇവിടെ കിടന്നിട്ട് അങ്ങനെ റെഡി ആയിക്കോട്ടെ. ഇനി പായസത്തിന് വേണ്ടിയിട്ട് അരി കഴുകുന്നുണ്ട് അമ്മ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബാക്കി എന്നിട്ട് ശർക്കര ചെറിയ ഇതിലിട്ടോ, നെയ്പായസം പോലെയാണ് കേട്ടോ വെക്കുന്നത്, അമ്പലത്തിലൊക്കെ വെക്കുന്ന പോലെ. അപ്പം നമ്മുടെ കൂട്ടാനായിട്ടോ എരിശ്ശേരി ഏകദേശം ആയിണ്ടേ. കണ്ടില്ലേ, മത്തനും മമ്പയറൊക്കെ ഒന്ന് വെന്തു. ചെറുതായിട്ടൊന്ന് കുത്തി അടയ്ക്കാം അല്ലേ. നോക്കട്ടെ, അതില്ലേ വെള്ളം ജാസ്തിയാവോ? പോരാ, അത് വെന്തിട്ടുണ്ട്. ഞാൻ നോക്കി തോന്നാം വെള്ളം ലേശം ഇല്ല. അത് ഇത് കാലത്തും തളച്ചാറുണ്ട്. ഞാനത് കണ്ടില്ലേ, തിളപ്പിക്കാം, കേട് വരും ഇപ്പോൾ ചൂട് കാലം. ഇത് പെട്ടെന്ന് അങ്ങനെ ആവട്ടെ. അത് കഴിഞ്ഞാൽ ഇത് മുട്ട അടുപ്പത്തേക്ക് വെക്കാം. അതിൻ്റെ ചൂടുകൊണ്ട് വറ്റി വെള്ളരിക്ക അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇതിന് ഇനി ഒരു വറവും കൂടെ ഇടും. അപ്പൊക്ക് കൂട്ടാൻ സെറ്റ് ആയിക്കോളും. പായസപ്പണി തുടങ്ങി കേട്ടോ. ശർക്കര എടുത്തേ. ശർക്കര ഇപ്രാവശ്യം പൊടി വാങ്ങിയത്, ശർക്കരേൻ്റെ പൗഡർ, ചകിരി. ശർക്കരപ്പൊടി ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഞങ്ങൾ ശർക്കരപ്പൊടി എപ്പോഴും ശർക്കര ഉരുക്കി ഒഴിക്കുക ചെയ്യുക. ഇപ്രാവശ്യം ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി നോക്കിയതാ, പരീക്ഷണം. അതെ,
മധുരം മതിയാവൂലെ അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ ഏകദേശം ഒരു കണക്കിലിട്ടതാണ്. മറ്റേ അളവ് കറക്റ്റ് ആയിരിക്കും നമുക്ക്, കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലേ. ഇത് പായസത്തിൻ്റെ അരിയല്ല കേട്ടോ. അല്ല അല്ലേ, ചോറ് വെക്കാൻ പായസത്തിൻ്റെ ഇതിനെക്കാട്ട് ഒന്ന് ചെറുതാണ്. അവര് പറഞ്ഞു അത് ഇല്ലാന്ന്, ഇല്ലെങ്കിൽ നമുക്ക് അതോട് ചോറ് വെക്കായിരിക്കും. ഇത് പായസത്തിന് നോക്ക് വലിയ അരിയായിരിക്കും. മറ്റതാണ് ചെറിയ അരിയാകുമ്പോഴേ ചൂടെ നന്നാവണം. നല്ല പോലെ. അതെ, നെയ്യ് ഒഴിക്കുന്നത് ഏകദേശമായി തോന്നുന്നു അല്ലേ അമ്മേ. ഇതുപോലെ ഇനിയിപ്പോൾ ഞാനൊന്ന് പറവിടട്ടെ. ഓഫാക്കിക്കോളുന്നു. ഓഫാക്കിയേ. ഇനി അധികം ആകുമ്പോൾ ഇതുപോലെ ഇത്തിരി മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറവിടാം. പൂച്ച അകത്ത് കയറിയിട്ട് നോക്ക്. പൂച്ച ഇപ്പം ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറവിട്ട് കഴിഞ്ഞാൽ ഓക്കെ, സെറ്റായി. പോയിട്ടുണ്ട് വിനിക്കുട്ടനും അച്ഛനും കൂടെ ഓരോ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. അവരുണ്ട് വന്നിട്ട്. ആ, അച്ഛനും മോനും കൂടെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പോൾ അത് വാങ്ങിയിട്ട് അതാ ഹോൺ അടിക്കുന്നുണ്ട്. അമ്മ ഉണ്ട് തുറന്നു കൊടുക്കാൻ പോയിട്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അപ്പം പായസം ശരി. അപ്പം പായസം അമ്മേൻ്റെ വകയാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ പായസം ശരിയായിട്ടോ. എന്നാലും കൂട്ടാനൊന്നും റെഡി ആയില്ല കേട്ടോ. അമ്മ വേഗം പായസത്തിൻ്റെ പണി നോക്കിയതാണ്. അപ്പം അതായിക്കോട്ടെ വന്നിട്ട്. ഓക്കെ, സെറ്റ്. കൂട്ടാനായിട്ടോ. കൂട്ടാൻ ഞാൻ മോരുകറിക്ക് ഇത് ഒഴിക്കട്ടെ. കുറച്ച് ചൂടുവെള്ളം ചേർക്കാല്ലേ, അല്ലെങ്കിൽ കട്ട പോലെ. കുറച്ച് വെള്ളമായിട്ട് മതി. മോര് കൂട്ടാൻ അധികം കട്ടിയാവണ്ടല്ലോ. ഇനി ഇതിൽ ഉലുവയും കടുകും കരിവേപ്പിലയും മുളകൊക്കെ കൂടെ വറവിട്ടാൽ നമ്മുടെ മോര് കറി സൂപ്പറായി. നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കുറവാണ്, പുളി നല്ലോണം ഉണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിടണം. ഓ, അത് വൈകുന്നേരാ. ഇതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ കൂട്ടാനായി. കൂട്ടാൻ വറവൊക്കെ ഇട്ടു. നല്ല കൂട്ടാനായി കേട്ടോ. 2 കൂട്ടാനായി. ഇനി ഉപ്പേരിക്ക് ചക്കക്കുരും കോവയ്ക്കും കൂടെ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പൊ അതിന് ചക്കക്കുരു വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്കക്കുരു ഒന്ന് വെന്ത ശേഷം നമുക്ക് കോവക്കണം. എന്നിട്ട് അത്രയല്ലേ പണിയുള്ളൂ. അതവിടെ ആട്ടോ. കരുവേപ്പില ഇടട്ടെ കേട്ടോ. മെഴുക്ക് വരട്ടിക്ക് കരുവേപ്പില ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ചിടും, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതവിടെ കിടന്ന് ആവട്ടെ. ഇനി വലിയൊരു പണിയുണ്ട്, അതിലേക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകണമല്ലോ. ഇതെല്ലാം ഒന്ന് കഴുകി വെക്കണം. താലും നാളെ കണി വെക്കാൻ വേണ്ടിയിട്ട് ഒത്തുള്ളി ഇതൊക്കെ കഴുകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. വിളക്കും അപ്പം ഇതെല്ലാം ഇനി കഴുകാല. ഇതാണ് പണി. അടുക്കളയിൽ കഴിഞ്ഞ് ഇനി ഉപ്പേരിയും കൂടി ഒന്ന് ആവേ ഉള്ളൂ. അപ്പം ഇതിൽ വെക്കണോ? ഇത് ഇൻഡാലിയത്തിൻ്റെ അവിടെ, ഇത് ഒട്ടുരുളിയാണ്. അപ്പം ഏതെങ്കിലും ഒന്നിൽ കണി വെക്കണം. അപ്പം എന്തായാലും ഇതിൽ പായസം വെക്കണം നാളെ. ഇതെല്ലാം കഴുകി വെക്കണം. ഇതൊന്നും എടുക്കാറേ ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ പായസമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നാളെ കുറച്ചധികം പായസമൊക്കെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴുകി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ കഴുകിയിട്ടോ. നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിണ്ടിയും താലും പറയും വിളക്കും പിന്നെ നമ്മുടെ ഉരുളിയും
എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. ഇതൊക്കെ കഴുകി വെച്ചതാണ്, എന്നാലും നാളെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒക്കെ ഒന്നും കൂടെ കഴുകി ഒക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. ഭയങ്കര വെയിൽ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അകത്തേ ഉള്ളൂ. ഇനി പൂജാമുറി തുടയ്ക്കുക കാര്യങ്ങളൊക്കെയുള്ളൂ. ഫോട്ടോസൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പൂജാമുറി ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. ഫോട്ടോസും പൂജാമുറി ഭഗവാന്റെ ഫോട്ടോസും വിഗ്രഹങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി. കണി വെക്കാനുള്ള പാത്രങ്ങൾ, വിളക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു കേട്ടോ. ഉരുളി ഇതൊക്കെ ഇനിയിപ്പോൾ എടുത്ത് കണി വെക്കല്ലേ വേണ്ടു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ക്ലീൻ വെച്ചാൽ തുടച്ച് വൃത്തിയാക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ മോനേട്ടനും മോനും ഏതോ നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ വോയിസ് കൊടുക്കാച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെടുക്കണ്ട, വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇഡ്ഡലിക്കൊക്കെ അരച്ചൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞങ്ങൾക്കുള്ള മുത്താർ ഇഡ്ഡലിക്കുള്ളതും പിന്നെ അച്ഛനും മോനും അരി, ഉഴുന്നും അരിയൊക്കെ ഇതൊക്കെ അമ്മ അപ്പോഴേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പുളിയിഞ്ചി, നമ്മളെ മുളകാപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി പുതിർത്തിയാണ് കേട്ടോ. അതിപ്പോൾ ചെയ്ത് തുടങ്ങും. ഇറങ്ങിയതാണ് കേട്ടോ, ചക്കയും മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണി വെക്കാനുള്ളത് ആ മാങ്ങയെല്ലാം പറിച്ച് വെച്ചു കേട്ടോ. കണ്ടോ, ചക്ക എടുത്തിട്ട് വരുന്നത് കണ്ടോ. കൊത്തൻ ചക്ക കണിക്ക് വെക്കാനുള്ള ചക്ക എടുത്തിട്ട് വരികയാണ് കേട്ടോ. കണ്ടില്ലേ, കയറ്റി വെച്ചോ. മേലോ മേലോ. ഇപ്പൊ ചക്ക, മാങ്ങ. വിനിക്കുട്ടൻ അവിടെ കത്തിച്ചുടങ്ങി. പാമ്പ് ഗുളിക കത്തിക്കുക കേട്ടോ. അത്താത്ത പാമ്പ് ഗുളിക. അതാ പൊന്തി വരുന്നു. അമ്മിക്കല്ലിന് ഓണിലാണ് കത്തിക്കുന്നത്, കാരണം അത് ഉപയോഗിക്കുന്നില്ല. ഓ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ പാമ്പ് ഗുളിക. കണ്ടില്ലേ, അടിപൊളി. ഞങ്ങള് പിന്നെ പുളിയിഞ്ചിയല്ല, മുളകാപ്പച്ചടിക്കുള്ള പുളി എന്ത് ചെയ്തിട്ടുണ്ട്, ചട്ടിയിൽ പുളിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നിട്ട് വേണം ഇതിലേക്ക് പച്ചമുളക് ഇടാൻ. പുളി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് നമുക്ക് മുളക് ഇടാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ശർക്കര ഇടണം കേട്ടോ. മധുരത്തിന്, ഞങ്ങൾക്കൊക്കെ മധുരപ്രിയരാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കര അധികം ഇടും കേട്ടോ. പിന്നെ ഇനി എള്ള് വറുത്ത് വെച്ചിട്ടുണ്ട്. എള്ള് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു മുഴുപ്പുമാണ് ടേസ്റ്റുമാണ്. ഇതെന്ത് ചെയ്യും, അതിലേക്ക് വറുത്ത് വെച്ചതാണ്, ഇനി പൊടിച്ചിടും കേട്ടോ. പിന്നെ കരുവേപ്പിലിടാം, വറവിടാം, അതെങ്ങനെയാണോ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി കേട്ടോ. അപ്പം ഇനി ഞാൻ ഈ മുളക് ഉണ്ടല്ലോ, അരിഞ്ഞ് വെച്ച മുളക് ആ പുളിയിലേക്ക് ഇടട്ടെ കേട്ടോ. രാത്രി ഉപ്മാവ് കേട്ടോ, അപ്പോൾ അതിനേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി വെക്കുക, എന്നാൽ വേഗം കഴിയുമല്ലോ പണി. അപ്പോൾ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എള്ളെല്ലാം പൊടിച്ച് വെച്ചതാണ് കേട്ടോ. എള്ളൊക്കെ പൊടിച്ച് വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം തിരക്കൊണ്ട് അങ്ങ് വിട്ടുപോയതാണേ. അപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയല്ലോ. ഇനിയിപ്പോൾ രാത്രി ഉപ്മാവാണ്. പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിനിക്കുട്ടൻ അതൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം എടുത്ത് വെച്ച് പിന്നെ അവിടെ നിന്ന് കറക്റ്റാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഒരുക്കി വെക്കുന്നതാണ് കേട്ടോ. ഉപ്മാവൊക്കെ റെഡി ആയിട്ടോ. ഉപ്മാവ് സെറ്റാക്കി വെച്ചു. അപ്പം അത്രയൊന്നും സമയമില്ല കേട്ടോ. ഞാൻ ഉപ്മാവ് റെഡിയാക്കുമ്പോഴേക്ക് അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വിളക്കെല്ലാം കത്തിച്ചു, പിന്നെ ഒക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ണനെയൊക്കെ നല്ലോണം ഒരുക്കി ഒക്കെ റെഡിയാക്കി വെക്കണം വൈകുന്നേരം ആകുമ്പോഴേക്ക്. അത് പിന്നെ രാത്രി ആകുമ്പോഴേക്കാണല്ലോ വെക്കുക. ഇന്ന് കുഞ്ഞു വിളക്കാണ് കേട്ടോ കത്തിച്ചത്, കാരണം വലിയ വിളക്ക് കത്തിക്കലൊക്കെ കഴുകി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുഞ്ഞു വിളക്ക് കത്തിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പടക്കം പൊട്ടിക്കുന്നതും നാളെ കണി കാണുന്നതും കണി ഒരുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നാളെ കാണാം. കണി വെക്കുന്നത് കേട്ടോ. കണി ഒരുക്കുന്നത് ആരെയും കാണിക്കില്ലല്ലോ, നമ്മൾ കണി വെച്ചിട്ടല്ലേ കാണിക്കുക. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. ഓക്കെ, ബൈ, ടാറ്റാ.